ഹലോ ഫ്രണ്ട്സ്, എജു.com-ൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ 4ാം ക്ലാസ് മലയാളമാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ് മലയാളത്തിൻ്റെ 4th പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക് തന്നിരുന്നല്ലോ, അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ, ശബ്ദങ്ങൾ ആവർത്തിക്കുന്ന വരികളൊക്കെ കണ്ടെത്താനുള്ള വർക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടി, ടാറിട്ട റൊട്ടിമേൽ താളത്തിൽ ഓടി. ഇവിടെ ട എന്നും ഡ എന്നുമുള്ള അക്ഷരങ്ങളാണ് ആവർത്തിച്ചിട്ടുള്ളത്. നോക്കൂ, അടുത്തതായിട്ട് ഇവിടുത്തെ ചന്ദ്രൻ, മാനത്തെ ചന്ദ്രൻ. ഇവിടെ ത എന്നുള്ള അക്ഷരങ്ങളും ചന്ദ്രൻ എന്നുള്ള വാക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. ശബ്ദം ആവർത്തിക്കുന്ന വരികൾ ഏതെല്ലാമാണ്? അവിടെന്നും ചവിട്ടി, ആകാശം കയറി, പരിക്കെന്തു പറ്റി, കാലൊന്നുളുക്കി. കൂട്ടുകാരെ, ഈ വരികളുടെ എല്ലാം അവസാനം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എന്നുള്ള ശബ്ദമാണ് ഇവിടെ ആവർത്തിച്ചുള്ളത്. ചവിട്ടി, കയറി, പറ്റി, ഉളുക്കി. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ എന്ന ശബ്ദം ആവർത്തിച്ചു വരുന്നു. ഇതിൽ അടുത്ത വരി നോക്കൂ. എന്നാൽ എടുത്തോ, പോയി വരാം ട്ടോ. തോ ടോ അല്ലേ? അപ്പോൾ ഓ എന്നുള്ള ശബ്ദമാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, അക്ഷരങ്ങൾ ആവർത്തിക്കുന്നവ, വാക്കുകൾ ആവർത്തിക്കുന്നവ, ശബ്ദങ്ങൾ ആവർത്തിക്കുന്നവ എന്നിങ്ങനെയെല്ലാം കവിതയിലുണ്ടാവും. അതെല്ലാം നമ്മൾ കൃത്യമായി കണ്ടെത്തണം. എല്ലാ കൂട്ടുകാർക്കും അവ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോയാലോ. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പരിചയപ്പെട്ടത്? സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കവിതയാണല്ലേ. നല്ല രസകരമായിട്ടുള്ള, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കവിതയായിരുന്നു അത് അല്ലേ. വായിക്കാൻ തന്നെ എന്ത് രസമായിരുന്നു. ഈ കവിതയോട് ചേർന്നിരിക്കുന്ന ഒരു രചനാക്കുറിപ്പും കൂട്ടുകാർ വായിച്ചല്ലോ ആദ്യം. അപ്പോൾ ആദ്യം അത് വായിച്ചപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും അല്ലേ. പിന്നീട് കവിതയും കൂടി പറഞ്ഞപ്പോൾ ബാക്കി ഭാഗങ്ങളും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. എങ്കിലും ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് തരാം. എന്താണ് ഈ കവിതയിലെ സാരാംശം? ഇതിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത്, ഒരു കുട്ടി ചന്ദ്രനിലോട്ട് പോകാൻ എന്ത് ചോദിക്കുകയാണ്? സൈക്കിള് കടം ചോദിക്കുകയാണ്. ഇന്നത്തെ പോലെയല്ല. പണ്ട് കാലത്ത് യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു. ആളുകൾ നടന്നാണ് യാത്ര പോയിരുന്നത്. അന്ന് വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അന്ന് ആളുകൾ യാത്ര ചെയ്യാൻ സൈക്കിൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ മൈക്കിൾ ചേട്ടനോട് ഒരു കുട്ടി സൈക്കിള് കടം ചോദിക്കുകയാണ്. ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണമെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ മൈക്കിൾ ചേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ്, എങ്ങോട്ടാ മോനെ? ചന്ദ്രനിലേക്കാണെന്ന് തിരിച്ച് മറുപടിയും പറഞ്ഞു അല്ലേ. പിന്നീട് മൈക്കിൾ ചേട്ടൻ എന്താ ചോദിച്ചത്? എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴോ നിലാവ് കൊള്ളാനാണെന്ന് കുട്ടി മറുപടിയും പറഞ്ഞു. അപ്പോൾ സൈക്കിൾ കൊടുക്കാതിരിക്കാൻ ഒരുപാട് ഒഴികഴിവുകൾ പറയുന്നുണ്ട്. മൈക്കിൾ ചേട്ടൻ പറയുന്നുണ്ട്, ബെല്ലില്ല, ബ്രേക്കില്ല, ടയറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി തിരികെ മറുപടിയും കൊടുക്കുന്നുണ്ട്. നാവുണ്ട്, കാലുണ്ട്, ചിറകുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ്റെ ആഗ്രഹം പോലെ സൈക്കിൾ എടുത്തു അല്ലേ. എന്നിട്ട് എന്തേ, സൈക്കിൾ ചവിട്ടുമ്പോൾ അത് വേഗത്തിൽ ഇങ്ങോട്ട് പോയി, മുകളിലോട്ട് പറന്നുയർന്നു. ഒരു തെങ്ങിൽ ചവിട്ടി ആകാശത്തോട്ട് കുതിച്ചു. പിന്നീടോ ആകാശത്തെത്തിയപ്പോൾ അവിടെ ഒരാളിരിക്കുന്നു. കുട്ടി സങ്കല്പിക്കുകയാണല്ലേ. അപ്പോൾ അതാരായിരുന്നു? ചന്ദ്രനായിരുന്നു. ചന്ദ്രൻ തിരികെ ഭൂമിയിലോട്ട് വരണം. എന്തിനു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? സൈക്കിൾ ഓടിക്കാൻ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് കവിത മനസ്സിലായോ? അങ്ങനെ ചന്ദ്രലോകത്ത് നിന്നും അവൻ്റെ കൂടെ ആര് ഭൂമിയിലെത്തി? നമ്മുടെ ചന്ദ്രൻ തന്നെ ഭൂമിയിലെത്തിയ കഥയാണല്ലേ ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിത മനസ്സിലായോ? താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്തി നോക്കിയാലോ. നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? ശരിയാണല്ലോ. നിലാവ് കൊള്ളണമെങ്കിൽ നമ്മുടെ ഭൂമിയിലിരുന്നാലും നിലാവ് നമ്മുടെ അടുത്തേക്ക് വരും അല്ലേ. നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നുണ്ട്. ചന്ദ്രൻ്റെ വെളിച്ചം നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഭൂമിയിലെത്തിയ നിലാവ് ദേഹത്തേറ്റത് കൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, മതി വരുന്നില്ല അല്ലേ. അപ്പോൾ ചന്ദ്രനിൽ പോയി മതിയാവോളം നിലാവ് വാങ്ങിക്കൊണ്ട് വരണം. അതാണ് കുട്ടിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് കുട്ടികൾ ചന്ദ്രനിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. എങ്കിൽ കൂട്ടുകാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ കൊള്ളാൻ എന്നുള്ളൊരു പ്രയോഗം കണ്ടോ? എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? നിലാവ് കൊള്ളുക എന്ന് പറഞ്ഞാൽ നിലാവ് ഏൽക്കുക എന്നല്ലേ നമ്മൾ പഠിച്ചത്. അങ്ങനെയെങ്കിൽ ടീച്ചർ ഇവിടെ എഴുതിയ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയും ഉണ്ടല്ലോ കൊള്ളാമെന്ന്. കടം കൊള്ളുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സ്വസ്ഥമായിരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റില്ല. എന്താണ് ഈ ഒരു കൊള്ളാമെന്ന വാക്കിൻ്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയ്യോ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇതിലാകെ കൊള്ളാമാണല്ലേ. നമുക്ക് നോക്കിയാലോ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന്. കടം കൊള്ളുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സ്വസ്ഥമായിരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റില്ല. കടം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കടം വാങ്ങുക, ഒരു സാധനം വാങ്ങിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊള്ളാം ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള കൊള്ളാം നോക്കിക്കേ. കടം കൊള്ളുന്നതൊക്കെ കൊള്ളാം,
നല്ലത് നല്ലത് എന്ന അർത്ഥത്തിലും എന്ത് വരുന്നുണ്ട്? ഈ കൊള്ളാം വരുന്നുണ്ട്. ഇവിടെ കാറ്റുകൊള്ളുക, നിലാവേൽക്കുക അല്ലെങ്കിൽ കാറ്റേൽക്കുക എന്നൊക്കെ അർത്ഥത്തിൽ മൂന്നാമത്തെ കൊള്ളാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൊള്ളാമിന് ഒരർത്ഥം മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ. മലയാളത്തിലെ ഓരോ വാക്കുകൾക്കും ഇതുപോലെ ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. വ്യത്യസ്ത അർത്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങളിൽ അത് മാറ്റം വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ കൊള്ളുക എന്നുള്ള വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. കൂട്ടുകാർ എല്ലാവരും അത് കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ കുറിക്കുമല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ? നമ്മുടെ പുസ്തകത്തിൽ ഈ കവിത ഒരു സംഭാഷണ രൂപത്തിലുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് സംഭാഷണ രൂപത്തിലാക്കി നോക്കണം അല്ലേ? ഒരു ഗദ്യ രൂപത്തിലാക്കി നോക്കണം, അല്ലെങ്കിൽ സംഭാഷണം എഴുതാം. ഓക്കെ, അപ്പോൾ കുട്ടിയും മൈക്കിൾ ചേട്ടനും പിന്നെ ആരാണ്? ചന്ദ്രനും കൂടിയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ? ചില മാറ്റങ്ങളൊക്കെ അതിൽ നമുക്ക് വരുത്താൻ കഴിയുമല്ലേ? മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം, അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിലൊക്കെ മാറ്റം വരണം. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ? കൂട്ടുകാർ സ്വന്തമായിട്ടൊന്ന് എഴുതിയിട്ട് ടീച്ചർ തന്ന ഭാഗം ഒത്തു നോക്കണം, ശരിയാക്കിയിട്ടുണ്ടോ എന്ന്. വ്യത്യസ്ത രൂപത്തിൽ മക്കൾ എഴുതാൻ ശ്രമിക്കണേ. കവിതയിൽ കുട്ടിയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കുട്ടി തന്നെ ആദ്യം പറയട്ടെ. കുട്ടി: മൈക്കിൾ ചേട്ടാ, എനിക്ക് ചന്ദ്രനിൽ പോണം. മൈക്കിൾ ചേട്ടൻ ചിരിച്ചുകൊണ്ട്: ചന്ദ്രനിലോ കുട്ടി? സൈക്കിളിലോ? സൈക്കിളിൽ എങ്ങനെയാ മോനെ ചന്ദ്രനിൽ പോവുക? കുട്ടി: സൈക്കിളിന് ചിറകുണ്ടല്ലോ ചേട്ടാ, പിന്നെ കാലുമുണ്ടല്ലോ. മൈക്കിൾ ചേട്ടൻ അല്പം ചിന്തിച്ച്: ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നീ പോയി വാ, പക്ഷേ ശ്രദ്ധിക്കണം. കുട്ടി: ശരി ചേട്ടാ, ഞാൻ പോയി വരാം. കുട്ടി: ഹായ്, ഞാൻ ചന്ദ്രനിലെത്തി. അതാരാണ് അവിടെ ഇരിക്കുന്നത്? കൂട്ടുകാരാ, നിന്റെ പേരെന്താ? ചന്ദ്രൻ. എൻ്റെ പേര് ചന്ദ്രൻ. കുട്ടി: ചന്ദ്രനോ? നീയാണോ ഈ മാനത്തെ ചന്ദ്രൻ? ചന്ദ്രൻ: അതെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുട്ടി: ഞാൻ എൻ്റെ സൈക്കിളിൽ ചന്ദ്രനിൽ വന്നതാണ്. നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ചന്ദ്രൻ: എനിക്ക് ഭൂമിയിലേക്ക് പോകണം. കുട്ടി: ഭൂമിയിലേക്കോ? എന്തിനാ ഭൂമിയിലേക്ക് പോകുന്നത്? ചന്ദ്രൻ: എനിക്ക് സൈക്കിൾ ചവിട്ടണം, ഇവിടെ സൈക്കിൾ ഇല്ലല്ലോ. ഓഹോ, എൻ്റെ സൈക്കിളിന് ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, കാലൊന്നുളുക്കി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് സൈക്കിൾ ചവിട്ടി ഭൂമിയിലേക്ക് പോകാം. ചന്ദ്രൻ: ശരിക്കും? കുട്ടി: അതെ, വാ നമുക്ക് പോകാം. കവിതയിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയവ കൂട്ടിച്ചേർത്ത് കൂട്ടുകാർ പുതിയൊരു സംഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കണേ. കൂട്ടുകാരെ, ഈ വാക്യം ഒന്ന് വായിച്ചേ. എന്താണ്? നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് അല്ലേ? നമുക്ക് ഈ തുഴഞ്ഞു എന്നുള്ള ഭാഗം ഒന്ന് വെട്ടിയിട്ട് വായിച്ചു നോക്കാം. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ നമ്മൾ വായിച്ചതും ഇപ്പോൾ നമ്മൾ വായിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം? ഇനി ഈ വാക്യം നോക്കിയാലോ? നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. ഈ വാക്ക് നോക്കൂ. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു പോകുന്നത് കാണാൻ എന്ത് രസമാണ്. ഈ വാക്യത്തിലോ? നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു പോകുന്നത് കാണാൻ രസമാണ്. കൂട്ടുകാരെ, ഈ 4 വാക്യങ്ങളിലും പറയുന്നത് എന്താണ്? ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ അല്ലേ? പക്ഷേ അതിലുള്ള വ്യത്യാസം നോക്കൂ. പല വാക്യങ്ങൾ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ? ഈ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിലൊക്കെ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്? അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്ക്? അങ്ങനെ കൂടുതൽ അതായത് ആ കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്ത് രസമാണ്. കുറച്ച് നീളമുള്ളത് പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇല്ലേ? അങ്ങനെയെങ്കിൽ ഈ വരികളിൽ ഏറ്റവും ചെറിയ വാക്യം ഏതാണ്? 4ാമത്തെ ആയിരിക്കും അല്ലേ? നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു പോകുന്നത് സ്വപ്നം കാണാൻ രസമാണ് അല്ലേ? പക്ഷേ എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ചില വാക്കുകളൊക്കെ നമ്മൾക്ക് ആ വാക്യങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? എഴുതി വെച്ച വാക്കുകളാണ് അല്ലേ? എഴുതി ചേർത്ത വാക്കുകളാണ്. അപ്പോൾ അത്തരം വാക്കുകൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആ ഒരു വാക്യത്തിന് ശക്തി കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ കരുത്തോടെ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതുപോലെ നമ്മുടെ പാഠഭാഗത്തുള്ള മറ്റുള്ള പ്രയോഗങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. ഉദാഹരണങ്ങൾ ടീച്ചർ കാണിച്ചു തരാം, ബാക്കി കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത്. മുമ്പ് ഇത്രയൊന്നും, അത് രണ്ടും കൂടി ആവശ്യമുണ്ടോ? ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ പോരെ? സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു എന്നുള്ള പ്രയോഗം, അതിൽ സൈക്കിൾ തന്നെ എന്നുള്ളതിൻ്റെ ആവശ്യമുണ്ടോ? സൈക്കിൾ കൊടുത്തു എന്നൊക്കെ മതിയായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെയും എന്താണ്? ആ വാക്കിനെ ശക്തി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. പേജ് നമ്പർ 14 ബാക്കി ചോദ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയില്ലല്ലോ. മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ. ടീച്ചർ ചില വരികൾ തരാം, കൂട്ടുകാർ ബാക്കി പൂരിപ്പിക്കുമല്ലോ. മഴയുണ്ട് മോനെ, കുടയില്ലേ ചേട്ടാ. ദൂരമുണ്ട് മോനെ, വഴികളില്ലേ ചേട്ടാ. സമയം വൈകി മോനെ, വെളിച്ചമില്ലേ ചേട്ടാ.
കൂടുതൽ വരികൾ കൂട്ടുകാർ കണ്ടെത്തി നോട്ടുപുസ്തകത്തിൽ എഴുതണേ. അടുത്ത ചോദ്യം എന്താണ്? ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? ഇതിൽ ധാരാളം കാഴ്ചകൾ ഉണ്ടായിരിക്കും അല്ലേ ചന്ദ്രനെ കാണാൻ? അവ നമുക്കൊന്ന് സങ്കല്പിച്ച് എഴുതി നോക്കിയാലോ. ചന്ദ്രൻ ഭൂമിയിലോട്ട് പതിയെ ഇറങ്ങി വന്നു. ആദ്യം ചന്ദ്രൻ എന്താ കണ്ടിട്ടുണ്ടാവുക? വലിയ കെട്ടിടങ്ങളായിരിക്കും അല്ലേ. അയ്യോ എന്തൊരു പൊക്കമെന്ന് ചന്ദ്രൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. രാത്രിയിൽ ഈ കെട്ടിടങ്ങളെല്ലാം വർണ്ണ വിളക്കുകൾ കൊണ്ട് മിന്നിത്തിളങ്ങുന്നത് കണ്ടപ്പോൾ ചന്ദ്രന് സന്തോഷമായിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ കൂട്ടുകാരെ? ഉണ്ടാവുമല്ലേ. പിന്നെ എന്താ ചന്ദ്രൻ കണ്ടിട്ടുണ്ടാവുക? നിറയെ മരങ്ങളും കാടുകളും കണ്ടിട്ടുണ്ടാവും. പച്ച പട്ടുടുത്ത പോലെ നിൽക്കുന്ന മരങ്ങളെ കണ്ടപ്പോൾ ചന്ദ്രന് തണുത്ത കാറ്റ് കിട്ടിയതുപോലെ തോന്നിയിട്ടുണ്ടാവും. കാട്ടിൽ പലതരം മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കണ്ടപ്പോൾ ചന്ദ്രൻ അവരുമായി കളിക്കാൻ കൊതിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തതായി ചന്ദ്രൻ കണ്ടിട്ടുണ്ടാവുക കടലായിരിക്കും. വലിയ നീലക്കടൽ തിരമാലകൾ താളം പിടിച്ച് കരയിലേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രൻ ചിരിച്ചിട്ടുണ്ടാകും. കടലിൽ വലിയ കപ്പലുകളും ചെറിയ തോണികളും കണ്ടപ്പോൾ ചന്ദ്രന് അവയിൽ കയറി യാത്ര ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും അല്ലേ കൂട്ടുകാരെ. പിന്നെ ചന്ദ്രൻ എന്താ കണ്ടിട്ടുണ്ടാവുക? നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെയാണ് അല്ലേ. നിങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും പാട്ടുപാടുന്നതും കണ്ടപ്പോൾ ചന്ദ്രനും ചിരിച്ചിട്ടുണ്ടാവും. ആകാശത്ത് നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഭൂമി എന്ന് ചന്ദ്രൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ. ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും കാണാം. See you again.